നമസ്കാരം. ഞാൻ ഡോക്ടർ ജീവൻ ജോസഫ്, ജീവൻസ് ഡയബറ്റിസ് ആൻഡ് എൻഡോക്രൈൻ സെൻറ്റർ, വിമല ഹോസ്പിറ്റൽ, ഏറ്റുമാനൂർ, കോട്ടയത്തെ എൻഡോക്രൈനോളജിസ്റ്റും ഡയറക്ടറുമാണ്. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയമാണ്. പല ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് ചില സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും എൻ്റെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസ്, ഇന്നും എൻ്റെ ക്ലിനിക്കിൽ വന്നിരിക്കുന്ന പല പേഷ്യൻസും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഡോക്ടറെ, ഞാൻ എൻ്റെ ആയുസ് വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഒരു ആരോഗ്യം നിലനിർത്താനും പ്രോട്ടീൻ സപ്ലിമെൻറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? അത് എല്ലാ പ്രായത്തിലുള്ളവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. യങ്സ്റ്റേഴ്സ് പലരും വരുന്നവർ അവർക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയും അങ്ങനെ ഉള്ളൊരു എയിമോട് കൂടിയാണ് ചോദിക്കുന്നത്. പ്രായം ചെന്നവർ പലപ്പോഴും അവർക്ക് ഈ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി പ്രോട്ടീൻ സപ്ലിമെൻ്റ് എടുക്കണം എന്ന് ആരെങ്കിലും നിർദ്ദേശിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും അവരുടെ കൂട്ടുകാരെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ട് അവരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു സയൻറ്റിഫിക് ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടാണ് ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോട്ടീൻ സപ്ലിമെൻറ്റിലേക്ക് വരുന്നതിന് മുമ്പേ നമ്മൾ കാതലായ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബേസായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് പ്രോട്ടീൻ? പ്രോട്ടീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ശരീരത്തിന് ആവശ്യമുള്ള ഈ അമിനോ ആസിഡ്സ് ഒരു മാല പോലെ പെപ്റ്റൈഡ് ബോൺസ് വെച്ച് ലിങ്ക് ചെയ്ത് ഇരിക്കുന്ന ഒരു ആകൃതിയിലുള്ളൊരു ഒരു കെമിക്കലിനെയാണ് നമ്മൾ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോട്ടീൻസ് നമ്മുടെ ശരീരത്തിന് വളരെ ആവശ്യമുള്ള ഒരു ഘടകമാണ്. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വൈറ്റമിൻസ്, മിനറൽസ് എന്നൊക്കെ പറയുന്നതിൻ്റെ അകത്തുള്ളൊരു കാതലായൊരു ഒരു കണ്ടൻറ്റാണ് ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് മറ്റ് അംശങ്ങളെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 5 ഘടകങ്ങളുടെ അകത്തുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ഘടകമാണ് ഈ പ്രോട്ടീൻ. അപ്പോൾ ഈ പ്രോട്ടീനിനെ നമ്മുടെ ശരീരത്തിന് വളരെ ആവശ്യമുള്ളൊരു ഘടകമാണ്. അത് നമ്മുടെ ശരീരത്തിലെ പല ടിഷ്യൂസിൻ്റെ റിപ്പയറിന് വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ എനർജി നിലനിർത്താനും അതുപോലെ നമ്മുടെ കോശങ്ങൾക്ക് ഒരു ഊർജം കിട്ടുവാനും ഇതിനെല്ലാത്തിനും വളരെ ആവശ്യമുള്ളൊരു ഘടകമാണ് ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ ഫുഡിൻ്റെ അകത്ത് കൂടെ നമ്മൾ പ്രോട്ടീൻ ആവശ്യത്തിന് നമ്മൾ എടുക്കേണ്ടതാണ്. അപ്പോൾ അതിൽ നിന്ന് ഉടലെടുക്കുന്ന അടുത്ത ചോദ്യം, ഈ പ്രോട്ടീൻസിൻ്റെ അകത്ത് നമ്മൾ നോക്കേണ്ട ഈ അമിനോ ആസിഡ്സ്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അമിനോ ആസിഡ്സ് വെച്ചാണ് പ്രോട്ടീൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ചില അമിനോ ആസിഡ്സ് ശരീരത്തിന് ഉണ്ടാക്കാവുന്നതുണ്ട്, ചിലത് ശരീരത്തിന് പുറത്തുനിന്ന് കിട്ടേണ്ട അമിനോ ആസിഡ്സ് ഉണ്ട്. എന്നുവെച്ചാൽ ശരീരത്തിന് സ്വന്തമായിട്ട് അത് ഉണ്ടാക്കാനായിട്ടുള്ള കഴിവില്ല. അങ്ങനെ 9 അമിനോ ആസിഡ്സ് ഉണ്ട്. അതിനെയാണ് 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോട്ടീൻസിൻ്റെ ഡയറ്റിലൂടെയാണ്, അല്ലെങ്കിൽ പ്രോട്ടീൻസ് നമ്മൾ എടുക്കുന്നതിലൂടെയാണ് നമുക്ക് ഈ മറ്റ് അമിനോ ആസിഡ്സ് നമുക്ക് കിട്ടേണ്ടതാണ്, പക്ഷേ അത് നമുക്ക് ശരീരത്തിനും അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. ഈ 9 അമിനോ ആസിഡ്സ് ശരീരത്തിന് സ്വന്തമായിട്ട് ഉണ്ടാക്കാനുള്ള കഴിവില്ല. അത് നമ്മൾ സപ്ലിമെൻ്റ് അല്ല, നമ്മളത് എടുക്കേണ്ടതാണ്. നമ്മൾ ഫുഡിലൂടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലോ സപ്ലിമെൻറ്റിലൂടെയോ ആവാം. അപ്പോൾ നമ്മളത് എടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും നമ്മൾ മനസ്സിലാക്കുക. ഇനി അടുത്തത്, നമുക്ക് ഒരാൾക്ക് എത്ര പ്രോട്ടീൻ ഒരു ദിവസം എടുക്കേണ്ടതുണ്ട്, ഇതാണ് അടുത്ത നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഏകദേശം ഒരു 0.8 ഗ്രാം പെർ കിലോഗ്രാം എന്ന് വെച്ചാൽ 1 കിലോഗ്രാമിന് 0.8 ഗ്രാം എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രോട്ടീൻ എടുക്കേണ്ടത്. എന്ന് വെച്ചാൽ ഉദ്ദേശം പറയാനാണെങ്കിൽ ഒരു സ്ത്രീക്കാണെങ്കിൽ ഏകദേശം ഒരു 40 മുതൽ ഒരു 50 ഗ്രാം പെർ ഡേയും, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു 55 to 65 അല്ലെങ്കിൽ 70 ഗ്രാംസ് പെർ ഡേ വരെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് നമ്മൾ സാധാരണയുള്ളൊരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്കാണ് നമ്മൾ ഈ ഒരു രീതിയിലുള്ളൊരു കണ്ടൻറ്റ് നമ്മൾ പറയുന്നത്. വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ട്, വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവർക്ക് ഇതിൻ്റെ അളവ് വ്യത്യാസമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരുപാട് എക്സസൈസൊക്കെ ചെയ്ത് അങ്ങനെ പ്രൊഫഷണലായിട്ട് മസിൽ ബിൽഡ് ചെയ്ത് അങ്ങനെ പോകുന്ന പ്രൊഫഷണൽ അത്ലീറ്റ്സ്, അതുപോലെ ബോഡി ബിൽഡേഴ്സ്, അവർക്കൊക്കെ വേറെ ഒരു കണക്കായിരിക്കും. അപ്പോൾ ഓൺ ആൻ ആവറേജ് നമ്മളൊരു സാധാരണ ലൈഫ് ജീവിക്കുന്ന ഒരു വ്യക്തിക്കുള്ളൊരു കണക്കാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയും നമ്മൾ നമ്മുടെ ഡയറ്റിൻ്റെ അകത്ത് എടുക്കേണ്ടതുണ്ട്. ഇനി അടുത്ത ചോദ്യം, നമുക്ക് ഡയറ്റിൽ നമുക്ക് എന്തൊക്കെ രീതിയിൽ നമുക്ക് പ്രോട്ടീൻ എടുക്കാം? ഇവിടെ നമുക്ക് പ്രോട്ടീൻസിനെ 2ആയിട്ട് തിരിക്കാൻ പറ്റും. ആനിമൽ പ്രോട്ടീൻസും പ്ലാന്റ് പ്രോട്ടീൻസും. എന്ന് വെച്ചാൽ ആനിമൽ സോഴ്സസിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻസും പ്ലാന്റ് സോഴ്സസിൽ നിന്ന് അല്ലെങ്കിൽ വെജിറ്റേറിയൻ സോഴ്സസിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻസും. അപ്പോൾ ഇതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആനിമൽ സോഴ്സിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻസ് എന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം, മീറ്റ് പ്രൊഡക്ട്സ്, ഫിഷ്, അതുപോലെ തന്നെ എഗ്ഗ്, അതുപോലെ മിൽക്ക്, പാല് സംബന്ധമായിട്ടുള്ള
അതിൻ്റെ വകഭേദങ്ങൾ, യോഗർട്ട്, ഇതിൻ്റെ അകത്തെല്ലാം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. ഇതിനെല്ലാം നമുക്ക് വേണമെങ്കിൽ ആനിമൽ പ്രോട്ടീൻസ് എന്ന് പറയാം. പ്ലാന്റ് പ്രോട്ടീൻസ് എന്ന് വെച്ചാൽ ഈ വെജിറ്റേറിയൻ ഐറ്റംസിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻസാണ്. അത് പീസിൽ നിന്ന് കിട്ടും, പംകിൻ സീഡ്സ്, അതുപോലെ തന്നെ റൈസ്, സോയ പ്രോഡക്ട്സ്, ഇതിൻ്റെ അകത്തു നിന്നൊക്കെ നമുക്ക് പ്രോട്ടീൻസ് കിട്ടും. അപ്പോൾ ഇതിൽ തമ്മിൽ ഒരു ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആനിമൽ പ്രോട്ടീൻസ് സാധാരണ ഈസിലി ഡൈജസ്റ്റബിൾ ആണ്, പെട്ടെന്ന് ശരീരത്തിലേക്ക് വലിച്ചെടുക്കാൻ പറ്റും. പ്ലാന്റ് പ്രോട്ടീൻസ് അത്രത്തോളം ഈസിലി ഡൈജസ്റ്റബിൾ അല്ല. അതിൻ്റെ അകത്തുനിന്ന് പ്രോട്ടീൻ കിട്ടാനായിട്ട് നമ്മുടെ ബോഡി കുറച്ചും കൂടി എഫർട്ട് ഇടണം. രണ്ട്, ആനിമൽ പ്രോട്ടീൻസ് പൊതുവേ കംപ്ലീറ്റ് പ്രോട്ടീൻസ് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ എല്ലാ അമിനോ ആസിഡ്സും ഇൻക്ലൂഡിങ് ദ 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സും കൂടി ഉള്ളതാണ് ആനിമൽ പ്രോട്ടീൻസ്. പ്ലാന്റ് പ്രോട്ടീൻസ് നമ്മൾ ഒരു സോഴ്സിൽ നിന്ന് മാത്രം എടുക്കുകയാണെങ്കിൽ പലപ്പോഴും അത് എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സും അതിൻ്റെ അകത്ത് ഉണ്ടാവത്തില്ല. പക്ഷേ അത് ബ്ലെൻഡ് ചെയ്താൽ, ഇപ്പോൾ റൈസ് പ്രോട്ടീനും പീ പ്രോട്ടീനും കൂടി ബ്ലെൻഡ് ചെയ്താൽ നമുക്ക് എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉള്ള രീതിയിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്ലാന്റ് പ്രോട്ടീൻസിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് നമുക്ക് ഈ എസെൻഷ്യൽ എല്ലാ അമിനോ ആസിഡ്സും ഉള്ള രീതിയിൽ അതിനെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ നാച്ചുറൽ സോഴ്സസ് നിന്ന് കഴിക്കുമ്പോൾ ഒരൊറ്റ സോഴ്സിൽ നിന്ന് മാത്രം നമ്മൾ പ്ലാന്റ് പ്രോട്ടീൻ എടുത്താൽ പലപ്പോഴും അതിൻ്റെ അകത്ത് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നാൽ പിന്നെ ആനിമൽ പ്രോട്ടീൻസ് ആണ് ഏറ്റവും നല്ലതെന്നാണ് ഡോക്ടർ പറയുന്നത്. അങ്ങനെയല്ല. പല പഠനങ്ങളിലും നമ്മൾ മനസ്സിലാക്കുന്നത് പലപ്പോഴും പ്ലാന്റ് പ്രോട്ടീൻസ് ആണ് ആനിമൽ പ്രോട്ടീൻസിനേക്കാളും ശരീരത്തിന് ലോങ് ടേമിൽ നല്ലത്. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനിമൽ പ്രോട്ടീൻസ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കുറേ സാച്ചുറേറ്റഡ് ഫാറ്റ്സും കൊളസ്ട്രോളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പല പഠനങ്ങളിലും നമ്മൾ അമിതമായി പ്രോട്ടീൻ എടുക്കാൻ വേണ്ടി നമ്മൾ ആനിമൽ പ്രോട്ടീൻസ് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് രീതിയിൽ മുമ്പോട്ട് പോയാൽ അത് നമ്മുടെ ദീർഘായുസിനെ ബാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഈ അടുത്ത് നടത്തിയിരിക്കുന്ന പല പഠനങ്ങളിലും അങ്ങനെ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് ആനിമൽ പ്രോട്ടീൻസ് ഈസിലി ഡൈജസ്റ്റബിൾ ആണ്, കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ് എന്ന് പറഞ്ഞ് നമ്മൾ പ്രിഡോമിനൻ്റ്ലി ഒരു നോൺ വെജിറ്റേറിയൻ മാത്രമുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്താൽ അതിന് വേറെ ഒത്തിരി ദൂഷ്യഫലങ്ങളും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ പറഞ്ഞതിൻ്റെ പൊരുളെന്ന് വെച്ചാൽ നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം. പ്ലാന്റ് പ്രോട്ടീൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ സെലക്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ളവർക്കൊക്കെ നമ്മൾ ആനിമൽ പ്രോട്ടീൻസിനേക്കാളും റെക്കമെൻഡ് ചെയ്യുന്നത് പ്ലാന്റ് പ്രോട്ടീൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് മേജർ ഫുഡ് സോഴ്സസിൽ നിന്ന് നമുക്ക് പ്രോട്ടീൻസ് എടുക്കാം എന്നുള്ളതും നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാം. ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. ഇനി ഇത് ഈ പദാർത്ഥങ്ങളൊക്കെ കഴിക്കുന്ന വ്യക്തികൾക്ക് ഇതിനെ മറികടന്ന് ഇനി നമുക്ക് പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇതാണ് അടുത്ത ചോദ്യം. അപ്പോൾ പലപ്പോഴും ആൾക്കാർ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത് ഈ യങ്സ്റ്റേഴ്സ് ഗ്രൂപ്പിലാണ്. അവർ ജിമ്മിൽ പോകുന്നു അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുന്നു, അവർ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, പഠനങ്ങളിലെല്ലാം നമുക്ക് മനസ്സിലായിരിക്കുന്നത് പ്രോട്ടീൻ സപ്ലിമെൻറ്റ് മാത്രം എടുക്കുന്നതുകൊണ്ട് നമുക്ക് മസിൽ ഉണ്ടാവാൻ പോകുന്നില്ല. വെറുതെ ആ ഒരു പൊടി മാത്രം കലക്കി കുടിക്കുന്നതുകൊണ്ട് മസിൽ ഉണ്ടാവാൻ പോകുന്നില്ല. മസിൽസിൻ്റെ അകത്തൊരു അതിൻ്റെ ബൾക്ക് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് നമുക്ക് എടുക്കണമെങ്കിൽ എടുക്കാം. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ റെസിസ്റ്റൻസ് ട്രെയിനിങ് നമ്മൾ ചെയ്യുന്നുണ്ടാവണം. എന്ന് വെച്ചാൽ വെയ്റ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് എക്സസൈസസ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു ആഴ്ചയിൽ 5 or 6 പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ച് വേണമെങ്കിൽ പ്രോട്ടീൻ സപ്ലിമെൻറ്റേഷൻ എടുത്താൽ അത് ഒരു പരിധി വരെ നമ്മുടെ മസിലിൻ്റെ ബൾക്കിനെ അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അത് സഹായിക്കും. കാരണം നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ സാധാരണ ഈ മസിൽസിൽ മൈക്രോ ടയേഴ്സ് ഉണ്ടാവും. അത് റിപ്പയർ ചെയ്യാനായിട്ട് ബോഡിക്ക് പ്രോട്ടീൻസ് ആവശ്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ ആ സമയത്ത് ഒരു പ്രോട്ടീൻ ഡ്രിങ്ക് എടുക്കുന്നുണ്ടെങ്കിൽ ബോഡി അത് എടുത്ത് ഈ പ്രോട്ടീൻസ് ഇതിന് ഉപയോഗിക്കും. ഈ റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യാതെ നമ്മൾ പ്രോട്ടീൻ കഴിച്ചാൽ നമുക്ക് മസിലൊന്നും ഉണ്ടാകത്തില്ല. അത് എനർജിക്ക് വേണ്ടി ബോഡി ഉപയോഗിക്കും, അല്ലാതെ അത് മസിലിൻ്റെ ബൾക്ക് കൂട്ടാനായിട്ട് അത് സഹായിക്കില്ല. അപ്പോൾ ഈ ഒരു ആസ്പെക്റ്റ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു പരിധി വരെ അത് മസിൽ ബൾക്കിനെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ അതിന് പ്രോട്ടീൻ സപ്ലിമെൻറ്റേഷൻ വേണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ഡയറ്റിൽ നമ്മൾ എത്രത്തോളം പ്രോട്ടീൻ എടുക്കുന്നുണ്ട് എന്നുള്ളതനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും നമ്മൾ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് എടുക്കുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കാലറീസ് അധികമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു മുട്ട കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് 6 ഗ്രാം പ്രോട്ടീനുണ്ട്. അപ്പോൾ 6 ഗ്രാം പ്രോട്ടീനും ഉണ്ട്, അതിനകത്ത് ഏകദേശം ഒരു 70 കാലറിയും ഉണ്ട്. അപ്പോൾ ഈ വെയിറ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ
അത് വെച്ചാൽ അമിതമായ വണ്ണമുള്ളവർ വണ്ണം കുറയ്ക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ സാധാരണ കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റും അത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ ഡയറ്റിൽ റെഡ്യൂസ് ചെയ്ത് ഒരു ഹൈ പ്രോട്ടീൻ ഡയറ്റാണ് നമ്മൾ സാധാരണ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഹൈ പ്രോട്ടീൻ ഡയറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരുപാട് ആനിമൽ പ്രോട്ടീൻസും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരുപാട് കാലറീസും കയറും. അപ്പോൾ നമുക്ക് അൾട്ടിമേറ്റ്ലി നമുക്ക് വെയിറ്റ് ലോസ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ പ്രോട്ടീൻ സപ്ലിമെൻറ്റേഷൻ റെക്കമെൻഡ് ചെയ്യാറുണ്ട് പല ആൾക്കാർക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോട്ടീൻസ് നമ്മൾ എടുക്കുമ്പോൾ നമുക്കൊരു സറ്റൈറ്റി കിട്ടും. എന്ന് വെച്ചാൽ നമുക്ക് വിശപ്പ് നമുക്കുണ്ടാവില്ല, നമ്മുടെ ശരീരം, നമ്മുടെ വയറ് ഫുള്ളായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഈ പ്രോട്ടീൻ സപ്ലിമെൻറ്റേഷൻ നമുക്ക് പൊടിയായിട്ടുള്ള പ്രോട്ടീൻസ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അത് വേറെ ഒരു യൂസാണ്. പിന്നെ മൂന്നാമത്, ചില ആൾക്കാരിൽ അവർക്ക് അധികം കഴിക്കാൻ പറ്റുന്നില്ല, അവരുടെ പ്രോട്ടീൻ ഇൻടേക്ക് വളരെ കുറവാണ്. വയസ്സ് ചെന്നവർക്ക് ഈ മസിൽസിൻ്റെ ബൾക്ക് കുറഞ്ഞ് സാർക്കോപീനിയ എന്ന് പറഞ്ഞ മസിലിൻ്റെ സ്ട്രെങ്ത് ഇല്ലാത്ത സാഹചര്യത്തിലൊക്കെ പ്രോട്ടീൻ സപ്ലിമെൻറ്റേഷൻ യൂസ്ഫുൾ ആണ്. അപ്പോൾ അതുകൊണ്ട് അത് തള്ളിക്കളയുന്നില്ല. ഇത്തരം സ്പെസിഫിക് സർക്കംസ്റ്റൻസസിൽ പ്രോട്ടീൻ സപ്ലിമെൻറ്റേഷൻ നമുക്ക് എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം. എന്ന് വെച്ചാൽ പൊടി രൂപത്തിൽ വരുന്ന പ്രോട്ടീൻസ്, പ്രിപ്പയർഡായിട്ട് വരുന്ന പ്രോട്ടീൻ സപ്ലിമെൻറ്റേഷൻ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം. അപ്പോൾ ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ പ്രോട്ടീൻ സപ്ലിമെൻറ്റേഷൻ തന്നെ നമുക്ക് 2 ഡെറിവേറ്റീവ്സ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. വേ പ്രോട്ടീൻസും ഉണ്ട്, പ്ലാന്റ് പ്രോട്ടീൻസും ഉണ്ട്. ഇത് രണ്ടും നമുക്ക് വിപണിയിൽ അവൈലബിൾ ആണ്. വീഗാൻ പ്രോട്ടീൻസ് അല്ലെങ്കിൽ വെഗൻ പ്രോട്ടീൻസ് അല്ലെങ്കിൽ പ്ലാന്റ് പ്രോട്ടീൻസ് നമ്മൾ ഗൂഗിൾ ചെയ്താൽ അത് നമുക്ക് പല കമ്പനികളും ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേ പ്രോട്ടീൻസ് പല കമ്പനികളും ഉണ്ടാക്കുന്നത്. കൂടുതലും കോമൺ വേ ആണ്. ജിമ്മുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരെപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത് വേ പ്രോട്ടീൻസ് ആണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസസ് മനസ്സിലാക്കുക. വേ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാലിൻ്റെ അംശത്തിൽ നിന്നുണ്ടാക്കുന്നതാണ്. മിൽക്ക് ചീസായി മാറുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ഒരു ബൈ പ്രോഡക്റ്റാണ് ഈ വേ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അത് സാധാരണ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ അതൊരു ആനിമൽ സോഴ്സ് പ്രോട്ടീനാണ്. അത് വളരെ പെട്ടെന്ന് ശരീരത്തിനകത്തേക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊരു മസിൽസിനൊരു പവർ കിട്ടാനും അത്തരം കാര്യങ്ങൾക്കൊക്കെ അത് യൂസ്ഫുൾ ആണ് എന്നുള്ളത് കൊണ്ടാണ് ഈ വേ പ്രോട്ടീൻ. അതുപോലെ തന്നെ ഈ മിൽക്ക് പ്രൊഡക്ട്സ് ഇത് ചീസാക്കി മാറ്റുമ്പോൾ ഇഷ്ടംപോലെ ബൈ പ്രോഡക്റ്റായിട്ട് ഈ വേ വരുന്നുണ്ട്. അപ്പോൾ അതിനിപ്പോൾ ഒരു വലിയൊരു മാർക്കറ്റുമായി ഈ വേ പ്രോട്ടീനായിട്ട് ഇത് മാർക്കറ്റ് ചെയ്യുന്നത്. ഈ രണ്ടാമത്തെ വെർഷനാണ് പ്ലാന്റ് പ്രോട്ടീൻസ്. എന്ന് വെച്ചാൽ ക്രഷ്ഡ് പീസ്, പംകിൻ സീഡ്സ്, ഇതിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന പ്രോട്ടീൻസിനെ അത് ബ്ലെൻഡ് ചെയ്ത് പ്രോപ്പറായിട്ട് എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സും ഉണ്ടാക്കി പ്ലാന്റ് സോഴ്സിൽ നിന്ന്, വെജിറ്റേറിയൻ സോഴ്സിൽ നിന്ന് മാത്രം ഉണ്ടാക്കുന്നതാണ് പ്ലാന്റ് പ്രോട്ടീൻസ്. അപ്പോൾ ഈ വേ പ്രോട്ടീൻസ് എടുക്കുമ്പോൾ ചെറിയ ആൾക്കാർക്ക് ലാക്ടോസ് ഇൻടോളറൻസ്, വയറ്റിലൊരു ബ്ലോട്ടിങ്, ഗ്യാസ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട്. പ്ലാന്റ് പ്രോട്ടീൻസ് കുറേയും കൂടിയും വയറിൻ്റെ പ്രോബ്ലംസ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ഈ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉള്ളവർക്ക് കുറേയും കൂടി ബെറ്ററാണ്. അപ്പോൾ അത് എടുത്താൽ കുറച്ചും കൂടി നമുക്ക് ഈ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് കുറവായിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോങ് ടേമിൽ നമുക്ക് എപ്പോഴും പ്ലാന്റ് പ്രോട്ടീൻസ് എടുക്കുന്നത് യൂസ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് ഒരു ജനറൽ റെക്കമെൻഡേഷൻ പറയാൻ പറ്റില്ല. പക്ഷേ പൊതുവെ ഞാൻ എൻ്റെ പേഴ്സണൽ യൂസിന് പ്ലാന്റ് പ്രോട്ടീൻസിൻ്റെ സപ്ലിമെൻറ്റേഷനാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ വേ പ്രോട്ടീൻസ് വളരെ നല്ലതാണെന്ന് പറഞ്ഞാൽ അത് എടുക്കുന്ന ആൾക്കാരും ഉണ്ടാവാം. അതിനും കാര്യങ്ങളുണ്ട്. ഇതിൽ അവസാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ തിയറി നമ്മൾ പറഞ്ഞു. പക്ഷേ പലപ്പോഴും വിപണിയിൽ വരുന്ന പ്രോട്ടീൻ പൗഡേഴ്സിൽ ഒത്തിരി കണ്ടാമിനൻസും കാണാറുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ സിറ്റിസൺസ് പ്രോട്ടീൻ പ്രോജക്റ്റ് 1 പിന്നെ സിറ്റിസൺസ് പ്രോട്ടീൻ പ്രോജക്റ്റ് 2 ഇങ്ങനെ ഗൂഗിൾ ചെയ്താൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായ പഠനം നടത്തി പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റഡീസിനെ കുറിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. കൊച്ചിയിലുള്ള ഡോക്ടർ സിറിയ കാബി ഫിലിപ്സ് എന്ന് പറയുന്ന ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്ന വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നടന്നിരിക്കുന്ന പഠനമാണ്. അപ്പോൾ അവർ ആദ്യത്തെ പഠനത്തിൽ അവരെല്ലാ പ്ലാന്റ് പ്രോട്ടീൻസും വിപണിയിലുള്ള എല്ലാ 30-36 ബ്രാൻഡ്സ് അവർ അനോണിമൈസ് ചെയ്ത് ടെസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ രണ്ടാമത് നടന്നിരിക്കുന്ന പഠനത്തിൽ എല്ലാ വേ പ്രോട്ടീൻസും ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അവരുടെ പഠനത്തിൽ കണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 ബ്രാൻഡ്സ് അവരെടുത്ത് പറയുന്ന ബ്രാൻഡ്സ് ഉണ്ട്. ഇതൊരു പബ്ലിക് ഹെൽത്ത് ഡിസ്കഷൻ ആയതുകൊണ്ട് ഞാൻ ബ്രാൻഡ്സിൻ്റെ പേര് പറയുന്നില്ല. 1-2 ബ്രാൻഡ്സ് ഒഴികെ ബാക്കി പല ബ്രാൻഡ്സിൻ്റെ അകത്തും അനാവശ്യമായിട്ടുള്ള ഫില്ലേഴ്സ്, ടോക്സിൻസ്, അതുപോലെ തന്നെ ഹെവി മെറ്റൽസ്, പറയുന്ന രീതിയിലുള്ള പ്രോട്ടീൻ ആ ബ്രാൻഡിൻ്റെ അകത്ത് ഇല്ല. അതുപോലെയുള്ള ക്വാളിറ്റി ഇഷ്യൂസ് നമ്മുടെ ഈ പ്രോട്ടീൻ ബ്രാൻഡ്സിൽ എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഒരു ടോക്ക് കേട്ട് നിങ്ങൾ ഓടിച്ചെന്ന് പ്രോട്ടീൻ ബ്രാൻഡുകൾ മേടിക്കുന്നതിന് പകരം ആദ്യം ഇത്തരം സ്ഥലങ്ങൾ നമ്മുടെ ഈ റിസർച്ച് അങ്ങനത്തെ കാര്യങ്ങളുള്ള
ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രൊജക്ട്സ് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ അതിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അവർ ഏതൊക്കെ ബ്രാൻഡുകളാണ് അവർ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഏത് ബ്രാൻഡിലാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള റിസൾട്ട്സ് ഉള്ളത്, ഏത് ബ്രാൻഡുകൾക്കാണ് പ്രോബ്ലംസ് കണ്ടെത്തിയിരിക്കുന്നത്, ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ബ്രാൻഡ് ചൂസ് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുറത്ത് എന്താ എഴുതിയിരിക്കുന്നത് മാത്രമല്ല, അതിൻ്റെ അകത്ത് ഈ ഇതുപോലെയുള്ള ടോക്സിൻസ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് വ്യക്തമായ രീതിയിൽ തന്നെ നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്ത് പ്രോപ്പർ ക്വാളിറ്റിയോടുകൂടി ഡെവലപ്പ് ചെയ്യുന്ന ബ്രാൻഡ്സാണ് ശരിക്കും നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ജനറലായിട്ട് പറയാനുള്ളത്, അനാവശ്യമായിട്ടുള്ള ഹെർബൽ പ്രൊഡക്ട്സ് ഉള്ള പ്രോട്ടീൻ ബ്രാൻഡ്സ് പൊതുവേ നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഈ ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റ്, അശ്വഗന്ധ ഇതുപോലെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മുടെ ഈ കണ്ടൻസിൻ്റെ അകത്തുണ്ടെങ്കിൽ അത് പൊതുവേ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം. അതുതന്നെയാണ് പല ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റുകളും പൊതുവേ റെക്കമെൻഡ് ചെയ്യുന്നത്. ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഇത് അവോയ്ഡ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ള പ്രോട്ടീൻ കണ്ടൻറ്റ് മാത്രമുള്ള രീതിയിലുള്ള ബ്രാൻഡ്സ്, ഹെവി മെറ്റൽസ് ഇല്ലാത്ത, അഫ്ലാടോക്സിൻസ് ഇല്ലാത്ത, അതുപോലെ പെസ്റ്റിസൈഡ്സ് ഇല്ലാതെ നല്ല രീതിയിൽ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് നമുക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ പൊരുൾ, മിക്ക ആൾക്കാർക്കും നല്ല രീതിയിലുള്ള ഡയറ്റിലൂടെ പ്രോട്ടീൻ സപ്ലിമെൻറ്റേഷൻ കിട്ടും. അതിന് പ്രത്യേകിച്ച് വേറെ സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ട ആവശ്യമില്ല. ചില കേസുകളിൽ മസിൽ ബിൽഡ് ചെയ്യുന്ന സാഹചര്യം, അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യം, അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് കുറയാൻ വേണ്ടി നമ്മൾ കാലറീസ് കുറയ്ക്കുന്ന സാഹചര്യത്തിലൊക്കെ ഈ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് യൂസ്ഫുള്ളാണ്. അത് വേ പ്രോട്ടീൻസുമായിട്ടുണ്ട്, പ്ലാന്റ് പ്രോട്ടീൻസുമായിട്ടുണ്ട്. ഓരോരുത്തർക്കും അവരവരുടേതായ പേഴ്സണൽ പ്രിഫറൻസ് ഉണ്ടാവും. ഏതു തന്നെ ആയാലും എല്ലാ ബ്രാൻഡുകളും ഒന്നല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. വ്യക്തമായ രീതിയിൽ പഠിച്ചിട്ട് നല്ല ക്വാളിറ്റിയോടുകൂടി ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു പ്രോട്ടീൻ സപ്ലിമെൻറ്റേഷൻ ഉള്ള ഒരു ബ്രാൻഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.